നീല പത്രങ്ങളിൽ വായിച്ചത് BJP ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് ഇലക്ഷനെ നേരിടുന്നതാണ്. എന്ത് ഹൈടെക് ആണെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലല്ല, അല്ലാണ്ട് ഹൈടെക് കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റും. സ്ഥാനാർത്ഥികളെ ഇതുവരെ അവതരിപ്പിക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സങ്കടം തോന്നുന്നത്, ഞാനൊക്കെ ഡൽഹിയിൽ MP ആയിരിക്കുമ്പോൾ മന്ത്രിയൊക്കെ ആയിരുന്നു നല്ല സുഖവാസം അനുഭവിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടക്കുന്ന കണ്ടപ്പോൾ ഒരു പ്രയാസം തോന്നി. സംഭവം 2 അടിയേ നടന്നിട്ടുള്ളൂവെങ്കിലും സ്വന്തം പാർട്ടിയെ കരകയറ്റാൻ അദ്ദേഹം ഈ ശരീരവും വെച്ച് നടക്കുമ്പോൾ ആ പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ യാത്രയിൽ 3 പേരുടെ പേര് വാങ്ങിച്ചിട്ട് പ്രഖ്യാപിക്കുന്ന പറയും. മാത്രമല്ല, ഈ നഗരത്തിലെ 2 സഹകരണ സ്ഥാപനങ്ങൾ അത് കയ്യിലുണ്ടായിട്ട് അത് കട്ടുമുടിച്ച പാർട്ടിയാണ് ഇനി കോർപ്പറേഷൻ ഏൽപ്പിക്കണം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട്, അങ്ങേ കാണാൻ വന്ന ശ്രീ അനിൽകുമാറിനെ, തിരുമല വാർഡ് കൌൺസിലറായ അനിൽകുമാർ, അന്ന് അദ്ദേഹം അങ്ങയോട് വന്ന് പരാതി പറഞ്ഞെന്തായിരുന്നു? ഞാൻ ഒരുപാട് പേർക്ക് പാർട്ടി ശുപാർശ അനുസരിച്ച് ലോൺ കൊടുത്തു, ആരും തിരിച്ചു തരുന്നില്ല, നിക്ഷേപകരെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അങ്ങ് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണം. അന്ന് അദ്ദേഹം പറഞ്ഞത് ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. അന്നാണ് കത്തെഴുതി വെച്ച് ശ്രീ അനിൽകുമാർ ആത്മഹത്യ. ആ കത്തിലധികം ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത്, എന്റെ മരണത്തിന് ഉത്തരവാദി എന്റെ പാർട്ടിയാണ്. ഇത്രയും വ്യക്തമായ ആത്മഹത്യാക്കുറിപ്പോടുകൂടെ ഒരു കൌൺസിലർ ആത്മഹത്യ ചെയ്ത പാർട്ടി പറയുകയാണ്, ഞങ്ങളിവിടെ ഹൈടെക് ഭരണം ഏർപ്പെടുത്താം. പാലക്കാട് നഗരസഭ BJP ആണ് ഭരിക്കുന്നത്, പന്തളം നഗരസഭ BJP ആണ് ഭരിക്കുന്നത്. 2 അടിയോടടിയാണ്. പന്തളം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ 2 ചെയർമാനായി 5 വർഷത്തിനുള്ളിൽ. പാലക്കാട്ടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, പാലക്കാട്ടെ ചെയർപേഴ്സൺ കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഇവരൊന്നും ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ആ ചെയർപേഴ്സൺ പറഞ്ഞത്, ഞങ്ങളൊക്കെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോകുന്നവരാണ്. ബൈ ഇലക്ഷനിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്ഥിരം മത്സരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കൊരു തോൽക്കാനെങ്കിലും ഒന്ന് ആളെ മാറ്റിക്കൂടെ എന്ന് ജനങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ് പാലക്കാട്. ഏൽപ്പിച്ച 2 ഭാഗവും എന്തൊക്കെ ഏൽപ്പിച്ചു അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വോട്ട് ജോലി ആദ്യം പരീക്ഷിച്ചതും ആ പാർട്ടി തന്നെയാണ്. പക്ഷെ അതിന് CPM കൂട്ടുനിന്നു മാത്രം തൃശ്ശൂർ.